നെക്സ്റ്റ് അടുത്തതായി നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള 4 ടേമുകളാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more കമ്പോണൻസ്. 2 അതിലധികമോ കമ്പോണൻസിനെ അതിൻ്റെ ഒരു ഹോമോജീനിയസ് മിക്സറിനെയാണ്. ഹോമോജീനിയസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ കോമ്പോസിഷൻ എൻറ്റയർ സൊല്യൂഷനിൽ ഒരുപോലെ ആയിരിക്കും. അതാണ് ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ പറയണം. കോൺസെൻട്രേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. അതെന്തിനാണ് നമുക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്, എന്നാലും ഒന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ 100 ml വാട്ടർ എടുക്കുന്നു, നമ്മൾ 10 gram ഷുഗർ ഇടുന്നു, വേറൊരു 100 ml 20 gram ഇടുന്നു. എല്ലാത്തിലും കോൺസെൻട്രേഷൻ ഒരുപോലെ അല്ലല്ലോ, ഡിഫറെൻ്റ് ആണല്ലോ. സോ വി നീഡ് സം ടേംസ് ടു എക്സ്പ്രസ് ദി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ചില ടേംസിന് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ചില ടേമുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് മാസ് പെർസെൻറ്റേജ്. ഇത് നമ്മൾ നന്നായി കേട്ടതാണ്, മാസ് പെർസെൻറ്റേജ്. കാര്യം ഒരു കോമ്പൗണ്ടിലുള്ള ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മാസ് പെർസെൻറ്റേജ്. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിളായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരു 20 gram, നേരത്തെ എടുത്ത് തന്നെ പറയട്ടെ, 20 gram ഓഫ് ഷുഗർ ഇറ്റ് ഈസ് ഡിസോൾഡ് ഇൻ 100 gram ഓഫ് വാട്ടർ. നമുക്ക് എന്ത് കിട്ടി? 100 gram ആണ് ഞാൻ ഇവിടുത്തെ എടുത്തത്. വാട്ടറിൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ ഡെൻസിറ്റി 1 kg/L ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 ml എടുത്താൽ 100 gram ആയിരിക്കും വാട്ടറിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? 100 ഗ്രാമിൽ ഒരു 20 gram മിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് ടോട്ടൽ 120 grams കിട്ടി. 120 grams ടോട്ടൽ സൊല്യൂഷൻ്റെ വെയിറ്റ് കിട്ടി അല്ലേ. ഇനി ഇതിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാണും? മാസ് ഓഫ് ദി സൊല്യൂട്ട് എന്ന് പറയുന്നത് 20 ആണല്ലോ, ഡിവൈഡഡ് ബൈ 120. 120 ഈസ് ദി വെയിറ്റ് ഓഫ് ദി സൊല്യൂഷൻ. 20 ഈസ് ദി വെയിറ്റ് ഓഫ് ദാറ്റ് സൊല്യൂട്ട് ഇൻറ്റു 100 വിൽ ഗിവ് യു ദി മാസ് പെർസെൻറ്റേജ്. ശരിയാണല്ലോ. അതുപോലെ സോൾവെൻറ്റ് വാട്ടറാണ്. വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണണം. എങ്ങനെ കാണും? 100 ബൈ 120 ഇൻറ്റു 100 വിൽ ഗിവ് യു ദി മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു സൊല്യൂഷൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, സിമ്പിളാണ്. ഈ കോൺസെപ്റ്റുകളൊക്കെ അറിയണം. കാരണം ഇത് ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിലും ഇത് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തായി നമ്മൾ സംസാരിക്കാൻ പോകുന്ന മോൾ ഫ്രാക്ഷനെ കുറിച്ചാണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു 2 moles ഓഫ് ഷുഗർ ഈസ് ഡിസോൾഡ് ഇൻ 2 moles ഓഫ് ഷുഗർ വിച്ച് ഈസ് ഡിസോൾഡ് ഇൻ ഒരു 5 moles ഓഫ് വാട്ടർ. 5 moles ഓഫ് വാട്ടർ. അപ്പോൾ എല്ലാ മോൾസിലാണ് തന്നിരിക്കുന്നത്. എല്ലാ ഇപ്പോഴും അങ്ങനെ തരുമെന്നോ നിങ്ങൾ പ്രതീക്ഷിച്ചു കളയരുത്. ഇവിടെ പറയാനുള്ള എളുപ്പത്തിന് ഞാൻ പറഞ്ഞതാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഷുഗർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര മോൾസാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2 moles ഡിസോൾഡ് ഇൻ 5 moles ഓഫ് വാട്ടർ അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 7 ആണ്. എത്രയാണ്? 7. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2/7 അല്ലേ. 2/7. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ചോദിച്ചാൽ എത്രയായിരിക്കും? 5/7. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ പറയും? 2 കമ്പോണൻ്റ് തന്നിരിക്കട്ടെ, എയും ബിയും. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ NA പ്ലസ് NB എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇതാണ് മോൾ ഫ്രാക്ഷൻ. ഇനി നമുക്ക് സ്വാഭാവികമായും അറിയാം, ഒരു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ, ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 കമ്പോണൻസ് മാത്രമുള്ള സൊല്യൂഷൻ. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു ഷുഗർ മിക്സ്ഡ് വിത്ത് വാട്ടർ 2 കമ്പോണൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ബൈനറി സൊല്യൂഷനാണ്. ബൈനറി സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷനുകളുടെ സം നോക്കാം. ഒന്ന് നോക്കണേ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ XA എന്നാണ് സൂചിപ്പിക്കുന്നത്. XA ഈസ് ഈക്വൽ ടു NA ബൈ NA പ്ലസ് NB. മോൾ ഫ്രാക്ഷൻ ഓഫ് B XB ഈസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. മോൾ ഫ്രാക്ഷൻ ഓഫ് എയും ബിയും കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? NA പ്ലസ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞ് തന്നു. എന്നിട്ട് ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്.
അടുത്ത കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ? ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0.15 ആണെന്നിരിക്കട്ടെ, അടുത്തതിൻ്റെ എത്രയായിരിക്കും? 1 മൈനസ് 0.15 എത്ര കിട്ടും? 0.85 അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് മോൾ ഫ്രാക്ഷൻസിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോടൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഡയറക്റ്റ് അങ്ങ് പറയുകയാണ് ചെയ്തേ. പക്ഷേ ക്വസ്റ്റ്യനിൽ പലപ്പോഴും പറയുക എന്ത് സംഭവിക്കുമായിരിക്കും? 50 grams ഓഫ് ഷുഗർ ഈസ് ഡിസോൾഡ് ഇൻ 100 gram ഓഫ് വാട്ടർ എന്നായിരിക്കും തരിക. അപ്പം നമുക്ക് വെയിറ്റാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് എന്തോന്ന് കണ്ടുപിടിക്കേണ്ടി വരും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടി വരും. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ? ഇല്ല. 50 grams ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യുക? 50 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് ഷുഗർ അല്ലേ? മോളാർ മാസ് ഓഫ് ഷുഗർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ശരിയല്ലേ? എന്നിട്ട് വാട്ടറിൻ്റെ ആണെങ്കിലും തിരിച്ച് ഗിവൺ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഷുഗർ. ഇത് മോളാർ മാസ് ഓഫ് ഷുഗർ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? C12H22 O11 ആണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? C12 എന്ന് പറയുമ്പോൾ തന്നെ 12 × 12 അല്ലേ? 144. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിന് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. പറഞ്ഞ് മനസ്സിലായോ? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് കണ്ടുപിടിക്കാൻ കഴിയും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ കഴിയും. അവിടെ നിന്ന് മോൾ ഫ്രാക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോൺസെപ്റ്റുകൾ മനസ്സിലാകുക എന്നുള്ളതാണ് ഈ പോർഷൻ്റെ ഉദ്ദേശം. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പോയിന്റ്സ് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കൂടി പറഞ്ഞു പോകുന്നു ഉള്ളതേ ഉള്ളൂ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കഴിഞ്ഞു. അടുത്തതായി വരുന്നത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter എന്ന് പറഞ്ഞാൽ അർത്ഥം 5 മോള് ഡിസോൾവ്ഡ് ഇൻ 2 liter എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊളാരിറ്റി എത്രയായിരിക്കും? 5 ഡിവൈഡഡ് ബൈ 2. 5 moles of solute is present in 2 liter of a solution എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 2, അതായത് 2.5 മോൾസ് ആയിരിക്കും അവിടെ എന്തായി വരിക? മൊളാരിറ്റി ആയി വരിക. തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. 1 mole ഈസ് പ്രസന്റ് ഇൻ 250 ml of solution. 1 mole is present in 1 mole of certain compound, 1 mole of sugar is present in 250 ml of solution എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 മോളിൻ 250 ഇവിടെയും നമുക്ക് 1 ലിറ്ററിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. 250 1 മോളാണെങ്കിൽ നിങ്ങൾക്കറിയാം 1 ലിറ്ററിൽ 4 ഇരട്ടിയാണല്ലോ, വോളിയത്തിൻ്റെ 4 ഇരട്ടിയാണല്ലോ ലിറ്റർ. 250 ml into 4 will give you എന്താണ്? 1 ലിറ്റർ. 1 ലിറ്ററിൽ എത്ര മോള് കാണും? 4 മോൾസ് കാണും അല്ലേ? അപ്പോൾ ഇവിടുത്തെ മൊളാരിറ്റി എത്ര ആയിരിക്കും? 4 ആയി. Shall you get me? പിടികിട്ടിയോ? ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ മനസ്സിലായി. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. I have 100 ml of 2 molar solution. 100 ml of 2 molar solution. 100 ml of 2 molar solution. 100 ml of 2 molar solution എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? 1 ലിറ്റർ എടുത്താൽ 2 മോൾസ് എന്നാ. 100 ml നമ്മൾ എടുത്തിട്ടുള്ളൂ. 2 മോളാർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 1 ലിറ്ററിൽ 2 മോൾസ് എന്നാ. അപ്പോൾ 100 ml ഞാൻ എടുത്തിട്ടുള്ളെങ്കിൽ 0.2 മോൾസേ ഉള്ളൂ. 100 ml ഞാൻ എടുത്തിട്ടുള്ളെങ്കിൽ എത്രയേ ഉള്ളൂ? 0.2 മോൾസേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 0.2 മോൾസ് ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? Shall you get me? അല്ലേ? ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാ? C6H12O6. C6 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും അല്ലേ? H12 12 കൂടി ആഡ് ചെയ്യുക. എത്ര കിട്ടി? 84. ബാക്കി എല്ലാം കൂടെ വരുമ്പോൾ 180 ആണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് അല്ലേ? അപ്പം നമ്മോട് ചോദിക്കുകയാണ്, ഐ ഹാവ് എൻ്റെ കയ്യിലിരിക്കുകയാണ് 200 ml ഓഫ് 5 molar glucose solution. 5 molar glucose solutionൻ്റെ 200 ml ഉണ്ട്. ഹൗ മച്ച് ഗ്രാം ഗ്ലൂക്കോസ് ഇസ് ദെയർ? അവിടെ എത്ര ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്? നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടത് എങ്ങനെയാ? 5 മോളാറിൻ്റെ 200 ml അല്ലേ?
5 മോളാർ. 1 ലിറ്റർ എടുത്താൽ 5 മോൾസ് കാണും. ഇവിടെ 200 ml ഉള്ളൂ. 200 ml എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 ഓഫ് 1 ലിറ്റർ. പെട്ടെന്ന് സ്പാർക്കുകൾ വരണം. 1/5 ഓഫ് 1 ലിറ്റർ. അപ്പോൾ എത്ര കിട്ടി? 1 ലിറ്റർ എടുത്താൽ 5 മോള് കാണുമെങ്കിൽ അപ്പോൾ 200 ml എത്ര കാണുമായിരിക്കും? 1 മോള് കാണും. ശരിയാണല്ലോ. 1 മോള് ഗ്ലൂക്കോസ് 250 ml മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 180 ഗ്രാംസ് മതി. 180 ഗ്രാംസ് മതി. ശാലുകന്നി. അപ്പോൾ ഈ രീതിയിൽ സിമ്പിളായ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് ചെയ്യണം. ഓക്കെ, പ്രോബ്ലംസ് മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതിൽ നിന്ന് ചോദിക്കാൻ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്നാലും ഞാൻ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞതാണ്. ഇനി വേറൊരു സംഭവമൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. 5 മോളാർ 2 ലിറ്റർ സൊല്യൂഷൻ, 5 മോളാർ 2 ലിറ്റർ സൊല്യൂഷൻ ഈസ് മെയ്ഡ് അപ്പ് ഇൻ ടു 5 ലിറ്റർ. വാട്ട് ഈസ് ദി മൊളാരിറ്റി ഓഫ് ദി റിസൾട്ടൻറ്റ് സൊല്യൂഷൻ? ആദ്യം ഇക്വേഷനൊക്കെ നമുക്ക് പഠിക്കാം, അവിടെ ഇക്വേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും സിമ്പിൾ നമ്മളെ മനസ്സിലൊന്ന് ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റലക്ച്വൽ സൈഡൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പറയുന്നത് എന്താ? 5 മോളാർ 2 ലിറ്റർ സൊല്യൂഷൻ എന്നാണ്. അപ്പം തന്നെ നമുക്ക് പിടികിട്ടി. 5 മോളാർ 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോളിൽ 1 മോളിലല്ല, 1 ലിറ്ററിൽ 5 മോളുണ്ടെന്നാ. 1 ലിറ്ററിൽ 5 മോൾ. അപ്പോൾ 2 ലിറ്റർ ഉള്ളപ്പോൾ എത്ര മോളായി? 10 മോളായി. 2 ലിറ്ററിലും കൂടെ ഇപ്പോൾ എത്ര മോളുണ്ട്? 10 മോളുണ്ട്. ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഡൈല്യൂട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാണ്? ഡൈല്യൂട്ട് ചെയ്യുകയാണ്. എത്രയിലേക്ക്? മേഡപ്പ് ഇൻ ടു 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം ഒഴിച്ച് 5 ലിറ്റർ ആക്കി. അപ്പോൾ ടോട്ടൽ ഒളിയപ്പോൾ എത്ര ലിറ്ററായി? 5 ലിറ്ററായി. പക്ഷെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിൽ മാറ്റമുണ്ടോ? ഇല്ല. കാര്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് മാറിയതായി പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് മേഡപ്പ് ഇൻ ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ഇപ്പോഴും ഈ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? ഇവിടെ വീണ്ടും 10 തന്നെ. 10 മോൾസേ ഉള്ളൂ. പക്ഷേ വോളിയം ഇപ്പം എത്രയായി? 5 ലിറ്ററായി. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി എങ്ങനെ വരും? 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 2 മോളാർ. കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ്, ഈ കോൺസെപ്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം ലോജിക്കൽ സൈഡിൽ മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. പക്ഷെ പറയുന്നതിന് മുമ്പ് ഈ കോൺസെപ്റ്റാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ മൊളാരിറ്റി പറയുമ്പോഴും നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെ ഞാൻ എല്ലാ കേസിലും പറഞ്ഞത്. പക്ഷേ നമ്പർ ഓഫ് മോൾസ് ഡയറക്റ്റ് തരണമെന്നില്ല. എന്താ പറയുക? 50 ഗ്രാം ഈസ് ഡിസോൾഡ് ഇൻ ഇത്രയിൽ എങ്കിൽ മൊളാരിറ്റി എത്ര എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഷാൽ യു ഗെറ്റ് മീ? നെക്സ്റ്റ് ഈസ് മൊളാലിറ്റി. മൊളാരിറ്റി അല്ല, മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kg or 1000 gram ഓഫ് ദി സോൾവെന്റ്. എന്ന് പറഞ്ഞാൽ 100 ഗ്രാം സോൾവെന്റ്, 1000 ഗ്രാം സോൾവെന്റ് എടുത്തു, 1 kg സോൾവെന്റ് എടുത്തു, 1 കിലോഗ്രാം വാട്ടർ എടുക്കുന്നു, അതിനകത്ത് ഒരു 5 മോള് സൊല്യൂട്ട് ഇട്ടു എങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും? ഇൻ 1 kg ഓഫ് സോൾവെന്റ് 5 മോൾസ് ആർ പ്രസന്റ്. അല്ലേ? 5 മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഈസ് പ്രസന്റ് ഇൻ 1 kg ഓഫ് ദി സോൾവെന്റ്. അവിടെ നമുക്ക് പറയാം മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 5. മൊളാലിറ്റി എത്രയാണെന്ന് പറയാം? 5 ആണെന്ന് പറയാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 5. പറഞ്ഞു മനസ്സിലായോ? പിടികിട്ടിയോ? അല്ലെ യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 5 എന്ന് വളരെ വളരെ സിമ്പിളായി നമുക്കവിടെ പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ചില കേസിൽ 2 വോളിയമായിരിക്കും തന്നിരിക്കുക. ചില ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഉദാഹരണമായിട്ട് 2 ലിറ്റർ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് 2 മോൾസ്. വാട്ട് ഈസ് ദി മൊളാലിറ്റി? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. താഴെ നമുക്ക് ലിറ്ററിൽ വോളിയമാണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് വേണം? സോൾവെന്റിന്റെ വെയിറ്റ് വേണം. സോൾവെന്റിന്റെ വെയിറ്റ് വേണം. അത്തരം പ്രോബ്ലങ്ങളിൽ നമുക്ക് ഡെൻസിറ്റിയും കൂടെ കിട്ടണം. സൊല്യൂഷന്റെ ഡെൻസിറ്റിയും കൂടി കിട്ടണം. ഡെൻസിറ്റി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? മാസ് ബൈ വോളിയം ആണ്. നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആ മാസ് കിട്ടുന്നത് തന്നെ സൊല്യൂഷന്റെ ഡെൻസിറ്റിയാ, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഡെൻസിറ്റിയിൽ നിന്ന് എന്ത് സബ്സ്ട്രാക്ട്, ആ മാസിൽ നിന്ന്, ആ കിട്ടിയ സൊല്യൂഷന്റെ മാസിൽ നിന്ന് സോല്യൂട്ടിന്റെ മാസ് കുറയ്ക്കണം. സൊല്യൂഷന്റെ മാസാ കിട്ടിയേ, അതിൽ നിന്ന് എന്ത് ചെയ്യണം? സൊല്യൂട്ടിന്റെ മാസ് കുറയ്ക്കണം, അല്ലേ?
എന്നിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇത് കൊണ്ടുവരാൻ. ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും അത്. ഓക്കെ, ഷാൽ യു ഗെറ്റ് മീ? ഓക്കെ, ഇത്രയുമാണ് ആ ചാപ്റ്ററിനകത്ത് വരുന്ന കോൺസെപ്റ്റുകൾ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതിൽ ഒരു കാര്യം കൂടി, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഇക്വലൻ്റ് വെയിറ്റ്. എന്താണ് ഇക്വലൻ്റ് വെയിറ്റ്? ഇക്വലൻ്റ് വെയിറ്റ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. സോഡിയത്തിൻ്റെ ഇക്വലൻ്റ് വെയിറ്റും അറ്റോമിക് വെയിറ്റും തുല്യമാണ്. എന്താ കാര്യം? സോഡിയം ഒരു യൂണി പോസിറ്റീവ് അയോണാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അറ്റോമിക് വെയിറ്റും ഇക്വലൻ്റ് വെയിറ്റും ഈക്വലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വിടുക. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇക്വലൻ്റ് വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. NaClൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കുക. ദി ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് മോളിക്യുലാർ ഇക്വലൻ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു മോളിക്യുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് അയോൺസ് ഓർ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് അയോൺസ്. അതായത് ആ ചാർജസ്, നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് അയോൺസ് എന്ന് പറയുന്നതിനേക്കാളും ആ എത്ര ചാർജ് ഉണ്ട്, നമ്പർ ഓഫ് ചാർജ് എത്രയാണ്, പോസിറ്റീവ് ചാർജസിൻ്റെ എണ്ണം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസിൻ്റെ എണ്ണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയാം സോഡിയം ക്ലോറൈഡിനെ സംബന്ധിച്ചിടത്തോളം 58.5 ആണ് അതിൻ്റെ മോളിക്യുലാർ വെയിറ്റ്. ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1 വിൽ ഗിവ് യു ദി ഇക്വലൻ്റ് വെയിറ്റ്. ഓക്കെ, പക്ഷേ എല്ലാത്തിലും നമുക്കത് എടുക്കാൻ പറ്റില്ല. നമ്മൾ ആസിഡിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് എടുക്കുമ്പോൾ മോളിക്യുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി എന്നാണ് പറയുന്നത്. എന്താ ബേസിസിറ്റി? ഒരു മോളിക്യൂളിൽ നിന്ന് എത്ര H+ അയോണിനെ വിട്ടുകൊടുക്കും. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് H+ എന്നാ. അപ്പോൾ എത്ര H+നെ വിട്ടുകൊടുക്കും, അതാണ് ബേസിസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് പറയേണ്ടി വരും? സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ബേസിസിറ്റി 2 അല്ലേ? HCl ആണെങ്കിൽ ബേസിസിറ്റി 1. അപ്പോൾ ഇവിടെ ഇക്വലൻ്റ് വെയിറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്യുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ബേസിസിറ്റി എന്നാ പറയുക. പക്ഷെ അവിടെയും നമുക്കറിയാം ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ 2H+ അല്ലേ വന്നത്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാലും ഏത് കിട്ടും? ഇക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതിയല്ലോ എൻട്രൻസിന്. കോൺസെപ്റ്റ് നന്നായി കിട്ടുക എന്നുള്ളതാണല്ലോ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫോസ്ഫറസിൻ്റെയും സൾഫറിൻ്റെയും മറ്റു ചില ഓക്സൈഡുകളുണ്ട് ചില ഓക്സോ ആസിഡുകളുണ്ട്. സൾഫറിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ഒക്കെ ഓക്സോ ആസിഡ്. അവ എല്ലാവരും ഉള്ള ഹൈഡ്രജൻ മുഴുവൻ, സൾഫ്യൂരിക് ആസിഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, 2ഉം H+ ആയിട്ട് പോകും. പക്ഷേ ഫോസ്ഫറസിൻ്റെയോ സൾഫറിൻ്റെയോ പോലുള്ള ഓക്സോ ആസിഡുകൾ ഉള്ള Hനെ മുഴുവൻ H+ ആയിട്ട് വിടുന്നില്ല എന്നൊക്കെ നമ്മൾ സെക്കൻഡ് ഇയറിൽ ചെറുതായിട്ട് പഠിച്ചൊരു ഓർമ്മയുണ്ട്. അത് നമുക്ക് അവിടെ ആ ബേസിസിറ്റി ഡിസ്കസ് ചെയ്യാം. പക്ഷേ എന്ത് വന്നാലും ഇക്വലൻ്റ് വെയിറ്റ്, കാരണം ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതങ്ങ് നീണ്ടു പോകും. അപ്പോൾ ബേസിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. അപ്പോൾ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് ആൻ ആസിഡ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പറയുക? മോളിക്യുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. ഓക്കെ, ഇത്രയും പിടികിട്ടിയല്ലോ. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻലി ഡിസ്കസ് ചെയ്യേണ്ടത്. കുറച്ച് പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, താങ്ക് യു.